ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രതീക്ഷയോടുകൂടെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്തിരിക്കുന്ന സഹോദരി സഹോദരന്മാർക്ക്, അതുപോലെ തന്നെ മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സുസേഷൻ ഗോഡ്സൺ പിയർ, അതുപോലെ മനോഹരമായ ഗാനം ആലപിച്ച ഏബൽ സ്റ്റാലിൻ, എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും ഈ സന്ധ്യയിൽ ഞാൻ അറിയിക്കും. നിങ്ങളോട് ഒരുമിച്ച് ഈ വിഷയം കൈകാര്യം ചെയ്യുവാൻ എനിക്ക് ലഭിച്ച അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ ഗോഡ്സ് ഇന്റലിജൻസ്. ഈ ക്ലാസിന്റെ ഉള്ളടക്കം എന്താണ് പറയാൻ പോകുന്നത് എന്ന കാര്യം ഈ ശുശ്രൂഷ ലീഡ് ചെയ്ത ദേവദാസൻ അതിന്റെ വിഷയത്തെ ഓർപ്പിച്ചു. അതിനായിട്ട് ഞാൻ നന്ദി പറയുകയാണ്. ആ ഒരു ടൈറ്റിലാകണം നിങ്ങളെ പലരെയും ഈ സൂം മീറ്റിംഗിൽ ജോയിൻ ചെയ്യാൻ പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിന്റെ സമഗ്ര മേഖലകളിലും ഇന്ന് മനുഷ്യനിർമ്മിതമായ ബുദ്ധി ഉപയോഗിച്ച് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ടെക്നോളജി അത്രയധികം വർദ്ധിച്ചിരിക്കുകയാണ്. ശിലായുഗത്തിൽ നിന്ന് മനുഷ്യൻ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് വളർന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും നമുക്ക് പുറകിലോട്ട് പോകാൻ സാധിക്കുകയില്ല. ഇനിയുള്ള കാലങ്ങളിൽ ഇങ്ങനെയുള്ള ടെക്നോളജികൾ, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കാതെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയില്ല. ആ ഒരു കാലഘട്ടത്തിലേക്ക് നാം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഔട്ട്ഡേറ്റഡ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ടൈറ്റിലിൽ നിന്ന് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മോശമാണെന്നോ അതിന്റെ ദുരുപയോഗത്തെ കുറിച്ചൊന്നുമല്ല. പിന്നെയോ, ഇത് മനുഷ്യന് അത്യാവശ്യമായ കാര്യമാണ്. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ ഇത് ഒരു അത്യാവശ്യ ഘടകം തന്നെയാണ്. ഈ ടെക്നോളജി വർദ്ധിക്കുമ്പോൾ നാമും ഇതിന്റെ കൂടെ യാത്ര ചെയ്യുന്നവരാണ്. ഇതില്ല നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല. എന്നാൽ ഇതിന്റെ മുഖവരയിൽ ദേവദാസൻ ഓർപ്പിച്ചതുപോലെ വാട്സപ്പിലൊക്കെ നിങ്ങൾ അതിന്റെ ആടിൽ കണ്ടതുപോലെ എന്തൊക്കെ കാരണങ്ങളാൽ, ചിന്താഗതികളാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ടെക്നോളജികളെ, ജ്ഞാനത്തെ ദൈവത്തിന് മുകളിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ പ്രതിഷ്ഠിക്കുന്ന ഒരു പ്രതിഭാസം ഇന്ന് ആത്മീയരുടെയിൽ കണ്ടുവരുന്നു, അല്ലെ? Can we place artificial intelligence above God or above the word of God? ഇന്നത്തെ ക്ലാസ്സിലൂടെ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അത് തന്നെയാണ്. ദൈവത്തെ ഇത് റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? ദൈവവചനത്തിന് സ്ഥാനഭ്രംശം സംഭവിക്കുന്നുണ്ടോ? നമ്മളെല്ലാവരും ആത്മീകരാണ്. ഇന്നത്തെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ട വിശ്വാസികളാണ് എന്ന് ഞാൻ ധരിക്കുകയാണ്, വിശ്വസിക്കുകയാണ്. ദൈവദാസന്മാരുണ്ട്, അതുപോലെ തന്നെ അനേകരുണ്ട്. അറിഞ്ഞുമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് മീതെ ദൈവത്തിന്റെ സ്ഥാനത്തെ ദൈവത്തെ റീപ്ലേസ് ചെയ്യുന്നുണ്ടോ? എന്നാൽ അതിന്റെ ദുരവസ്ഥ എന്താണ്, അതിന്റെ അപകടം എന്താണെന്നും ഏതൊക്കെ നിലവാരം വരെ നമുക്കിതിനെ കൊണ്ടുപോകാൻ സാധിക്കും, അല്ലെങ്കിൽ ദൈവത്തിന്റെ വലിപ്പം എത്രമാത്രം വലുതാണ്, ദൈവത്തിന്റെ ആധികാരികത എന്താണ്, ദൈവവചനത്തിന്റെ ആധികാരികത അന്നും ഇന്നും മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് സ്വാധീനം ചെലുത്തുന്നത്, അതിന് തുല്യം വെക്കുവാൻ ഈ ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്നതാണ് ഈ ക്ലാസ്സിലൂടെ ഞാൻ എന്റെ എളിയ ചിന്തയിലൂടെ ഞാൻ ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഒന്നാമത്, എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? നമ്മൾ ഈ പോസ്റ്റിൽ കണ്ട ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ ഗോഡ്സ് ഇന്റലിജൻസ്, ഞാൻ അതിന്റെ മറ്റൊരു ടൈറ്റിൽ ഇങ്ങനെ കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓർ റിയാലിറ്റി. ആർട്ടിഫിഷ്യൽ എന്ന വാക്കിന്റെ അർത്ഥം ഞാൻ മലയാളം ഡിക്ഷണറി ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ആത്മാർത്ഥതയില്ലാത്തത്, അല്ലെങ്കിൽ അയഥാർത്ഥ്യമായ, കൃത്രിമമായ, മനുഷ്യനിർമ്മിതമായ, നാട്യമായ, ഇതൊക്കെയാണ് ഈ ആർട്ടിഫിഷ്യലിന്റെ മലയാള അർത്ഥം എന്ന് പറയുന്നത്.
എന്നാൽ ദൈവം എന്നത് ഒരു റിയാലിറ്റിയാണ്, അതൊരു വസ്തുതയാണ്, അതൊരു സത്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്ലാസ്സിനെ ഈ ടൈറ്റിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കും: നാട്യമായ കൃത്രിമമായതും അതോ യഥാർത്ഥമായതോ? റിയാലിറ്റി ഓർ ആർട്ടിഫിഷ്യൽ? ദൈവം യാഥാർത്ഥ്യമാണ്. ദൈവം എന്ന യാഥാർത്ഥ്യത്തെ ആർക്കും അവഗണിക്കാനോ നിഷേധിക്കാനോ സാധിക്കുകയില്ല. നിഷേധിക്കുന്നവരുണ്ട്, മനഃപൂർവ്വമായും അറിവില്ലായ്മ കൊണ്ട് നിഷേധിക്കുന്നവരുണ്ട്, യുക്തിവാദികളുണ്ട്. ഇനി ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുകയും പ്രവൃത്തികളാൽ ദൈവത്തെ നിഷേധിക്കുന്നവരും ഉണ്ട്, അല്ലെ? അപ്പൊ ദൈവം എന്ന യാഥാർത്ഥ്യത്തെ, റിയാലിറ്റി ആർക്കും നിഷേധിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ തന്നെ ലോകമുണ്ടായത് മുതൽ ഇതുവരെയും കൃത്രിമവും അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലും റിയാലിറ്റിയും തമ്മിൽ വലിയ യുദ്ധമുണ്ട്. തിന്മയും നന്മയും തമ്മിലുള്ള യുദ്ധം പോലെ ലോകത്തിൽ, അല്ലെങ്കിൽ നമ്മൾ കാണുന്നത് പോലെ, സത്യവും അയഥാർത്ഥ്യവും തമ്മിൽ വലിയ യുദ്ധമുണ്ട് എന്നാണ്, അല്ലെ? പലപ്പോഴും സത്യത്തെ മറികടക്കുവാൻ, സത്യത്തെ റീപ്ലേസ് ചെയ്യുവാൻ അയഥാർത്ഥ്യങ്ങൾ അല്ലെങ്കിൽ കൃത്രിമങ്ങൾ, നാട്യമായത്, ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നത് നമുക്കറിയാം. പ്രകൃതിദത്തമായ അനേക കാര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. എന്നാൽ അതുപോലെ തന്നെ അതേ സെയിം കാര്യത്തെ, സമാനമായ കാര്യങ്ങളെ കൃത്രിമമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി എന്താണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്? അതിന്റെ ഒരു നിർവചനം ഇങ്ങനെയാണ്: മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും കാര്യങ്ങൾ അപഗ്രഥിക്കാനും തീരുമാനമെടുക്കുവാനും യന്ത്രങ്ങളെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ചെറിയ നിർവചനം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. ഞാൻ ഒന്നുകൂടെ അത് വിശദീകരിക്കുകയാണ്. മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും കാര്യങ്ങൾ അപഗ്രഥിച്ച് തീരുമാനമെടുക്കുവാനും യന്ത്രങ്ങളെ അല്ലെങ്കിൽ മെഷീൻസിനെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഉപയോഗം, അല്ലെങ്കിൽ അതിന്റെ പരിപാടി, പ്രവർത്തനം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മനുഷ്യബുദ്ധിയെ അനുകരിക്കുക, ഒരു മനുഷ്യനെ പോലെ ഒരു മെഷീനെ അല്ലെങ്കിൽ ഒരു യന്ത്രത്തെ പ്രവർത്തിപ്പിക്കാനായിട്ട് മനുഷ്യർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഒരുപക്ഷെ കേവലം ഒരു മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ കടത്തിവെട്ടുവാൻ ഇതിന് സാധ്യമാകും. ഇതിന്റെ പ്രമുഖരായവർ പലരും അങ്ങനെയാണ് പറയുന്നത്. ഒരുപക്ഷെ നാളുകൾ കഴിയുമ്പോൾ മനുഷ്യന്റെ ബുദ്ധിയെ തന്നെ കബളിപ്പിക്കാനും അതിനെ കടത്തിവെട്ടുവാനും ഒരുപക്ഷെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് സാധിച്ചു എന്ന് വരാം. അതായിരിക്കും അതിന്റെ അൾട്ടിമേറ്റ് എക്സ്റ്റെന്റ്. അത്രമാത്രം എക്സ്ട്രീമിൽ ഇതിന് പോകാൻ സാധിക്കും എന്നാണ്. ഇവിടെ നോക്കൂ, ഇതിന്റെ മറ്റു ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ഈ ക്ലാസ് ഒരു പവർ പോയിന്റ് പ്രസന്റേഷനോട് കൂടെ അവതരിപ്പിക്കണമെന്നാണ് വിചാരിച്ചപ്പോൾ എന്റെ കമ്പ്യൂട്ടറിനെ ചെറിയ തകരാറ് പറ്റിയതുകൊണ്ട് അത് സാധ്യമല്ല. നിങ്ങളുടെ ഈ സൂം പ്ലാറ്റ്ഫോമിൽ തന്നെ നിങ്ങളുടെ മൊബൈലിന്റെ താഴെ ചില ഐക്കണുകൾ കാണാൻ സാധിക്കും: മ്യൂട്ട്, സ്റ്റോപ്പ് വീഡിയോ, പാർട്ടിസിപ്പൻസ്, ചാറ്റ്, റിയാക്ഷൻ, ഷെയർ, AI കമ്പാനിയൻ. നോക്കൂ, ഈ സൂമും പ്രവർത്തിക്കുന്നത് അണ്ടർ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടു കൂടെയാണ്. ഇന്ന് അതുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നതും അതിലൂടെ മാത്രമാണ്. ഞാൻ മലയാളം പറഞ്ഞാൽ അതിനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന നിലയിലുള്ള സംവിധാനങ്ങൾ, അല്ലെ? അപ്പോൾ അതാണ് നമ്മുടെ അവസ്ഥ. എനിക്ക് നിങ്ങളോട് ഈ വിഷയം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റിയാലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം സംസാരിക്കണമെങ്കിൽ പോലും എനിക്ക് ഇതിന്റെ സഹായം ആവശ്യമായിട്ട് വരുന്നു. ഇനി ഇത് ഉപയോഗിക്കുന്ന മേഖലകൾ ഏതൊക്കെയാണ്? പഠനത്തിനായി ഇന്ന് മനുഷ്യൻ ഉപയോഗിക്കുന്നു. ഇനി പ്രോബ്ലം സോൾവിങ്, പ്രശ്നപരിഹാരത്തിനായി മനുഷ്യർ ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ന്യായവാദം അല്ലെങ്കിൽ റീസണിങ്ങിന് വേണ്ടി ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഭാഷകൾ മനസ്സിലാക്കാൻ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ തമിഴിൽ പറഞ്ഞാൽ അത് മലയാളത്തിലേക്ക് അതിനെ അതേസമയം റിയൽ ടൈമിൽ ചെയ്യാൻ സാധിക്കുന്ന പ്രോഗ്രാംസുകൾ എന്ന് മനുഷ്യൻ ചെയ്തു വെച്ചിരിക്കുകയാണ്. ഇപ്പൊ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകൾ മെഷീനിൽ കടത്തി ആ വിഷയങ്ങൾ പലവിധമായ കൊറീസിനെ കൊടുത്ത് അതിനെ അപഗ്രഥിച്ച് ഒരു തീരുമാനത്തിലെത്താൻ മനുഷ്യനെ പോലെ യന്ത്രങ്ങളെ സഹായിക്കുന്നതാണ് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ AI റോബോട്ട് നമുക്കറിയാം, തിരുവനന്തപുരത്ത് കേരള ഗവൺമെന്റ് ഉണ്ടാക്കാനായിട്ടിടയായി. ഐറിസ് എന്നാണ് അതിന്റെ പേര്. ഏത് ചോദ്യം ചോദിച്ചാലും അതിന് ഉത്തരം നൽകും. പക്ഷെ ഈ ഉത്തരങ്ങളെല്ലാം പ്രോഗ്രാം വഴി സാധാരണ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഓൾറെഡി ഈ റോബോട്ടിൽ അവർ ഫീഡ് ചെയ്ത് വെച്ച ശേഷം ആൾക്കാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. അതേ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ
തീർച്ചയായിട്ടും ഉത്തരം പറയുന്നു. നിങ്ങളുടെ വാട്സപ്പിലൂടെ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഒരു നീല വളയം കാണാൻ സാധിക്കും, മെച്ച. അതിലൂടെ നിങ്ങൾ എന്ത് ചോദിക്കൂ, ഒരുപക്ഷെ അപ്പുറത്തെ സൈഡിൽ എന്നെ പോലെ വികാരവും വിചാരമുള്ള ഒരു മനുഷ്യനാണ് എന്നോട് ഉത്തരം പറയുന്നു എന്ന് തോന്നിക്കത്തക്ക നിലയിൽ നമ്മളോട് ഉത്തരം പറയാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇത്, അല്ലെ? ആരെങ്കിലും വളരെ ലോൺലിനെസ് അനുഭവപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഏകാന്തത അനുഭവപ്പെടുന്നെങ്കിൽ, ഒരുപക്ഷെ ഇങ്ങനെ അതിലൂടെ സംസാരിച്ച് സമയം കളയുന്നവർ അനേകരുണ്ട്, അല്ലെ? അപ്പൊ നമ്മളെ ഏതു വിധത്തിലെങ്കിലും സഹായിക്കാനായിട്ട് ഇന്ന് മനുഷ്യൻ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഇതിന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ മനുഷ്യബുദ്ധിയുമായി പൊരുത്തപ്പെടുക എന്നുള്ളതാണ്, അല്ലെ? ഒരു മനുഷ്യൻ എങ്ങനെയാണോ ചിന്തിച്ച് അപഗ്രഹത്തിൽ തീരുമാനം എടുക്കുന്നത്, അതുപോലെ മെഷീൻസിനും ഒരുപക്ഷെ കുറച്ച് നാളുകൾ കഴിയുമ്പോൾ മനുഷ്യനെ തന്നെ അത് റീപ്ലേസ് ചെയ്തു എന്ന് വരാം. ഇന്ന് മനുഷ്യർ ചെയ്യുന്ന മാൻ പവേഴ്സിനെ റീപ്ലേസ് ചെയ്ത് മെഷീൻസിനെ കൊണ്ട് മനുഷ്യനേക്കാൾ വേഗത്തിലും കൃത്യതയിലും ഇത് ചെയ്യാൻ ഇത് സാധ്യമാകും എന്നതാണ്. അതാണ് ഇതിന്റെ വസ്തുത. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഓർ റിയാലിറ്റി, അല്ലെ? അപ്പൊ കൃത്രിമമായി ഉണ്ടാക്കപ്പെടുന്ന ഒരു ബുദ്ധി. ഇനി ഈ മനുഷ്യന് എവിടെ നിന്നാണ് ഈ ജ്ഞാനം ലഭിച്ചത്? ഇതൊക്കെ ഉണ്ടാക്കാൻ മനുഷ്യന് ലഭിച്ച ജ്ഞാനം എവിടെ നിന്നാണ് മനുഷ്യന് ഈ ബുദ്ധി ലഭിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്, ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയാണ് അവിടെ കാണപ്പെടുന്നത്. അവിടെ ദൈവം ഒരു കൽപ്പന മനുഷ്യനോട് കൊടുക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ അവിടെ പറയുന്നത്, എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ദൈവം ഒരു കൽപ്പന കൊടുക്കുകയാണ് മനുഷ്യന്, നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. ഇങ്ങനെ ഒരു കൽപ്പന ദൈവം മനുഷ്യന് കൊടുക്കുമ്പോൾ അതിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, നന്മ ഏത് തിന്മ ഏത് എന്ന് തിരിച്ചറിയാനുള്ള ക്യാപബിലിറ്റിയോടുകൂടെ, കഴിവോടുകൂടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ചുരുക്കി പറഞ്ഞാൽ, ദൈവം ഇങ്ങനെ ഒരു മനുഷ്യന് കൽപ്പന നൽകി, തോട്ടത്തിൽ അവരെ ആക്കി വെച്ചിരിക്കുകയാണ്. കുറച്ചുനാൾ കഴിയുമ്പോൾ ഈ നന്മ തിന്മകളെ കുറിച്ച് അറിവുള്ള വൃക്ഷത്തിന്റെ ഫലമുള്ള വൃക്ഷത്തിനടുകിൽ കൂടെ അവർ കടന്നു പോവുകയാണ്. പെട്ടെന്ന് ഇവർ ആ വൃക്ഷം കാണുമ്പോൾ തന്നെ കഴിക്കണമോ കഴിക്കണ്ടോ എന്ന് അവർ ചിന്തിക്കുമ്പോൾ ഉടനെ ദൈവം പറഞ്ഞ കൽപ്പന അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നു. ഉടനെ അവർ ചിന്തിക്കുന്നു, ദൈവം പറഞ്ഞു കഴിക്കരുതെന്ന് പറഞ്ഞു, കഴിക്കുന്ന നാൾ നീ മരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ അവർ കൂട്ടിയോജിപ്പിച്ച് ചിന്തിക്കുന്നു, അവർ അപഗ്രഥിക്കുന്നു, അവർ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നു, തിന്നുന്ന നാൾ നീ മരിക്കും, മരണം ഞങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ മരിക്കാതിരിക്കുക എന്നുള്ളത് നല്ല തീരുമാനമാണ്. അപ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കി അവർ മുന്നോട്ട് പോവുക. അങ്ങനെ അനേക നാളുകൾ അവർ മുന്നോട്ട് പോയി എന്നാണ്. ഇനി അപ്പോൾ ശരിയും തെറ്റും മനസ്സിലാക്കുവാൻ, തിരഞ്ഞെടുക്കുവാൻ, കാര്യങ്ങൾ അപഗ്രഥിച്ച് തീരുമാനത്തിലെത്തുന്നവനായിട്ട് ഉൽപ്പത്തിയിലെ മനുഷ്യനെ നമ്മൾ കാണുന്നു. ഇനി എവിടെ നിന്നാണ് ഈ ഒരു ചിന്ത, ഈ ഒരു കഴിവ് മനുഷ്യൻ ലഭിച്ചത്? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ 6 പ്രാവശ്യം ദൈവം തന്റെ സൃഷ്ടിയിൽ നല്ലത് നല്ലത് എന്ന് പറയുന്നു. അതിൽ 5 പ്രാവശ്യം നല്ലതെന്നും 6-ാമത്തെ പ്രാവശ്യം ഏറ്റവും നല്ലതെന്ന് ദൈവം പറയുന്നു. അപ്പോൾ ദൈവമാണ് സകല നന്മയുടെയും ഉറവിടം. സകലത്തിൽ നന്മയുടെയും ഉറവിടം ദൈവമാണ്. അവൻ നല്ലവൻ മാത്രമാണ്. അപ്പോൾ ഇവിടെ മനുഷ്യനും ആ ഒരു കപ്പാസിറ്റി, ആ ഒരു കഴിവ് ദൈവം കൊടുക്കുകയാണ്. നല്ലത് തിരിച്ചറിയുവാൻ, തിന്മ തിരിച്ചറിയുവാൻ, അത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുവാൻ, അത് തിരഞ്ഞെടുക്കുവാൻ, അത് അപഗ്രഥിക്കുവാൻ, ഒരു തീരുമാനത്തിലെത്തുവാൻ മനുഷ്യന് പ്രാപ്തമായത് ദൈവത്തിലുള്ള അവന്റെ സ്വഭാവമാണ്. മനസ്സിലായോ? അപ്പൊ ദൈവമാണ് മനുഷ്യനിൽ നല്ലതും തിരിയതും തിരഞ്ഞെടുക്കുവാനും അത് അപഗ്രഥിക്കുവാനും തീരുമാനത്തിലെത്തുവാനുമുള്ള ഒരു കഴിവ് ദൈവം മനുഷ്യന് നിർമ്മിച്ചത് ദൈവമാണ്. ദൈവം അവനെ സൃഷ്ടിച്ചപ്പോൾ അങ്ങനെയുള്ള കഴിവോടുകൂടിയാണ് സൃഷ്ടിച്ചത്. സൃഷ്ടിയിലെ മകുടമാണ് മനുഷ്യൻ. നോക്കൂ, മൃഗങ്ങളെ നോക്കൂ. മൃഗങ്ങൾക്ക് ഒരളവ് വരെ കഴിവുകൾ ഉണ്ട് എങ്കിലും ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ, അപഗ്രഥിച്ച് പുരോഗതി പ്രാപിക്കുവാനുള്ള കഴിവ് മൃഗങ്ങൾക്കില്ല, അല്ലെ? അപ്പൊ ദൈവം മനുഷ്യനെ തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളോടുകൂടെ, ദൈവത്തിന്റെ ഗുണങ്ങളോടുകൂടെ മനുഷ്യനെ സൃഷ്ടിച്ചു. വികാരങ്ങളോടും വിചാരങ്ങളോടും അതുപോലെ തന്നെ കഴിവുകളോടും കൂടെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു.
അപ്പോൾ അതിന്റെ ഫലമായിട്ടാണ് മനുഷ്യന് ചിന്തിക്കാനും കാര്യങ്ങൾ അപഗ്രഥിക്കുവാനും ഒരു തീരുമാനത്തിലെത്തുവാനും ഇടയായി തീരുന്നത്. അപ്പൊ മനസ്സിലായോ? ആത്യന്തികമായി ദൈവമാണ് ഇതിന്റെയൊക്കെ ഉറവിടം. ഞാൻ ഇതിന്റെ തുടക്കത്തിൽ ഓർപ്പിച്ചതുപോലെ ഇന്ന് മനുഷ്യൻ ദൈവത്തിന് മുകളിൽ, ദൈവവചനത്തിന് മുകളിൽ, ആത്മീക കാര്യങ്ങൾക്ക് മുകളിൽ ഇങ്ങനെയുള്ള ടെക്നോളജികളെ ഉപയോഗിക്കുകയാണ്. ദൈവമാണ് ഇതിന്റെ ഉറവിടമെന്നും ദൈവമാണ് ഇതിന് കാരണാഭൂതനെന്നും സകലത്തിന്റെ നിർമ്മിച്ചവൻ അവനാണെന്നും മതിമറന്ന് ഇന്ന് നമ്മുടെ ആശ്രയം പലതും ഇതിലോട്ടായി പോയിരിക്കുകയാണ്. ഞാൻ എന്തിനും ഏതിനും ആശ്രയിക്കുന്നത് ഇങ്ങനെയുള്ള ടെക്നോളജികളെയാണ്, ഇങ്ങനെയുള്ള റോബോട്ടുകളെയാണ്, അല്ലെ? ഇങ്ങനെയുള്ള റോബോട്ട്സിനെയാണ് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത്. ചാറ്റ് ബോട്ട്സിനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പലതിനും ഉത്തരം കണ്ടെത്തുന്നു, പലതിലും നമ്മൾ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയാണ്. പ്രിയമുള്ളവരെ, മനുഷ്യനിൽ ബുദ്ധിയെ നിർമ്മിച്ചവൻ ദൈവമാണ്. അപ്പോൾ ദൈവമാണ് ആത്യന്തികമായി സകലത്തിന്റെയും ഉറവിടം, സകലത്തിന്റെയും നിർമ്മാതാവ്. ഹീസ് ദ ഡിസൈനർ, നിർമ്മാതാവ് എന്ന് പറയുന്നത്. എന്നാൽ എന്ത് സംഭവിച്ചു? ദൈവം കൽപ്പന കൊടുത്തു, ചില നാളുകൾ മുന്നോട്ട് പോയി. വളരെ ആശ്ചര്യകരമായ കാര്യം ചില നാളുകൾ കഴിഞ്ഞപ്പോൾ സംഭവിച്ചു. മനുഷ്യന്റെ ആദ്യത്തെ തീരുമാനം തന്നെ തെറ്റിപ്പോയി എന്നാണ്. വളരെ കാലം അവർ അപഗ്രഥിച്ചു, തിന്നുന്ന നാളിൽ മരിക്കും, മരണം സംഭവിക്കും, ദൈവത്തിന്റെ കൽപ്പന ലംഘനമാകും, ദൈവത്തോട് അകന്നു പോകും എന്നൊക്കെ മനുഷ്യൻ ചിന്തിച്ച് അപഗ്രഥിച്ച് പല നാളുകൾ ആ മരത്തിന്റെ അടുക്കൽ നിന്ന് അവൻ മാറിപ്പോയി. പക്ഷേ ചില പ്രലോഭനങ്ങളിൽപ്പെട്ട് അവന്റെ ആദ്യത്തെ തീരുമാനം തന്നെ തെറ്റിപ്പോകാനായിട്ട് ഇടയായി തീർന്നു എന്നാണ്. അപ്പോൾ ആദ്യത്തെ തീരുമാനം തന്നെ, ദൈവത്തിന്റെ ആദ്യത്തെ കൽപ്പന തന്നെ അവൻ തെറ്റിക്കുകയും ലംഘിക്കുകയും അവിടെ പരാജയപ്പെടുവാനുമായിട്ടിടയായി തീർന്നു. അപ്പോൾ ആദ്യത്തെ കൽപ്പന തന്നെ പരാജയപ്പെട്ടുവെങ്കിൽ, ആദ്യത്തെ അവന്റെ തീരുമാനം തന്നെ, അപഗ്രഥനം തന്നെ, അതിന്റെ കൺക്ലൂഷൻ തന്നെ, തീരുമാനം തന്നെ തെറ്റിപ്പോയെങ്കിൽ, നോക്കൂ, അന്ന് മുതൽ മനുഷ്യന്റെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, എല്ലാ തീരുമാനങ്ങളിലും അവനെല്ലാ അപഗ്രഥനങ്ങളും തെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ആ തെറ്റ് അവന്റെ ഇന്നത്തെ ജീവിതങ്ങളെ നോക്കൂ, യുവാക്കളുടെ ജീവിതം, യുവതികളുടെ ജീവിതം, മുതിർന്നവരുടെ ജീവിതം, എത്ര തീരുമാനങ്ങളാണ് അവർ തെറ്റിപ്പോകുന്നത്. ജീവിതത്തിലെ വളരെ ക്രൂഷ്യലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുന്ന സമയങ്ങളിൽ, തിരഞ്ഞെടുപ്പുകളിൽ അവർ തോറ്റുപോകുകയാണ്. തെറ്റായ തീരുമാനങ്ങൾ എടുത്തതിന്റെ പേരിൽ, തെറ്റായ അപഗ്രഥനം നടത്തിയതിന്റെ പേരിൽ എത്രയോ ജീവിതങ്ങളാണ് തകർന്നുകൊണ്ടിരിക്കുന്നത്, ആത്മീകരുടെ ജീവിതം ഉൾപ്പെടെ. എന്നാൽ ശരിയായ തീരുമാനങ്ങളും അപഗ്രഥനം നടത്താൻ സാധ്യതയുള്ളപ്പോഴും അവനിൽ തന്നെ ആശ്രയിച്ച് ദൈവത്തെക്കാൾ മറ്റെന്തിനെയോ ചെവി കൊടുക്കുകയും മറ്റൊന്നിലോ ആശ്രയിക്കുകയും ചെയ്ത മുഖാന്തരം അവന്റെ തീരുമാനം തെറ്റി, അവിടെ പരാജയപ്പെട്ടു. ഇവിടെ ദൈവത്തിന്റെ കൽപ്പന, സകലത്തിന്റെയും ഉപജ്ഞാതാവായ, സകലത്തിന്റെ നിർമ്മിതാവായ, സൃഷ്ടിതാവായ ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് മേൽ പിശാചിന്റെ വാക്കുകളെ അവൻ വിലകൽപ്പിക്കുകയും അവിടെ അവൻ പരാജയപ്പെടും. അവന്റെ വാക്കിനനുസരിച്ച് തീരുമാനമെടുത്തത് മുഖാന്തരം, അതിനനുസരിച്ച് അപഗ്രഥനം നടത്തിയത് മുഖാന്തരം, അതിനനുസരിച്ചുള്ള തീരുമാനമെടുത്തു, പരാജയത്തിലേക്ക് മനുഷ്യൻ കൂട്ടുകുത്തി എന്നാണ്. പിന്നത്തേതിലുള്ള അവരുടെ എല്ലാ കാര്യപരിപാടികളും നോക്കൂ. പിന്നത്തേതിൽ എന്ത് സംഭവിച്ചു? മനുഷ്യൻ ബാബേൽ ഗോപുരം പണിതു. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളും വിചാരങ്ങളും ദോഷമുള്ളത്, എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്ന് ദൈവം കണ്ടു. അവരെല്ലാ കാര്യപരിപാടികളും പരാജയപ്പെട്ടു പോയി എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ ഇനി ഒരു മനുഷ്യന് മടങ്ങി വരവുണ്ടോ? അപ്പൊ മനുഷ്യൻ ദൈവം നിർമ്മിച്ച ബുദ്ധി, അവൻ തെറ്റായ തീരുമാനങ്ങൾ എത്തിയത് മുഖാന്തരം അത് കറപ്റ്റായി പോയി എന്നാണ്. അത് ദൈവം കൊടുത്ത യഥാർത്ഥ ബുദ്ധിയിൽ നിന്ന് വ്യതിചലിച്ചു പോയി. ഇനി എങ്ങനെയാണ് മടങ്ങി വരുന്നത്? നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചവരാണ്. 10-ാം ക്ലാസ്സിൽ നമ്മൾ തോറ്റുപോയി എന്ന് വിചാരിക്കുക. എന്താണ് 10-ാം ക്ലാസ്സിൽ തോറ്റുപോയെങ്കിൽ അടുത്ത് ചെയ്യുക? അവിടെ നിന്ന് TC വാങ്ങിച്ച് +2-ൽ ജോയിൻ ചെയ്യാൻ, +1-ൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? ഇനി ഒരു കോളേജിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. ഒരു പോളിടെക്നിക്കിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? ഒരു IT-യിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. കാരണം അത്യാവശ്യം അടിസ്ഥാന വിദ്യാഭ്യാസമാണ് 10-ാം ക്ലാസ്. ആ 10-ാം ക്ലാസ്സിൽ ഒരുവൻ തോറ്റാൽ വീണ്ടും ആ പരീക്ഷ എഴുതുക എന്നുള്ളത് തന്നെയാണ്. പണം കൊടുത്തോ, ആൾ സ്വാധീനം കൊണ്ടോ, ഒന്ന് കരഞ്ഞത് കൊണ്ടോ, മറ്റ് യാതൊരു മാർഗത്തിലൂടെയും മറ്റൊരു അഡ്മിഷൻ 10-ാം ക്ലാസ്സിന് മുകളിലോട്ടുള്ള ഒരു കോഴ്സിന്
ഇവർക്ക് അഡ്മിഷൻ ലഭിക്കുകയില്ല. കാരണം എന്തെന്നറിയാമോ? ഇവൻ തോറ്റത്, ഇവൻ 10ാം ക്ലാസ്സിലാണ് തോറ്റെങ്കിൽ വീണ്ടും ആ പരീക്ഷ എഴുതി പാസ്സാകുക എന്നുള്ളത് തന്നെയാണ്. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, ഇത് തന്നെയാണ് ഇവിടെയും ഏദെൻ തോട്ടത്തിൽ നടന്നത്. എന്നാൽ 10ാം ക്ലാസ്സിൽ തോറ്റ മനുഷ്യൻ മറ്റു മാർഗങ്ങളിലൂടെ ജയിക്കാൻ നോക്കുന്നു. മറ്റു മാർഗങ്ങളിലൂടെ ജയിക്കുക എന്ന് മാത്രമല്ല, ഈ പരീക്ഷ ഇനിയും അപ്പിയർ ചെയ്യാതെ മറ്റേതെങ്കിലും കോഴ്സുകൾ നേടി ജീവിതത്തിൽ വിജയിക്കാമോ, മറ്റേതെങ്കിലും കോഴ്സ് ചെയ്യാമോ എന്ന് ഒരുവൻ ചിന്തിച്ചാൽ, പദ്ധതിയിട്ടാൽ, അതുപോലെയാണ് ഇന്ന് മനുഷ്യന്റെ നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നത്. എന്താണ്? ദൈവത്തിന്റെ കൽപ്പന മനുഷ്യൻ ലംഘിച്ചു. ഇനി അവിടെ നിന്ന് വിജയിക്കാനായിട്ട് ദൈവം വെച്ചിരിക്കുന്ന മറ്റ് കൽപ്പനകൾ, വ്യവസ്ഥകൾ പാലിച്ച് അത് വിജയിക്കുക എന്നുള്ളതാണ്. അതാണ് ജീവിതത്തിന്റെ വിജയം. അവിടെയാണ് ബുദ്ധി. അതാണ് ബുദ്ധി എന്ന് പറയുന്നത്. പക്ഷെ എന്നാൽ ഇന്ന് കാണുന്ന നിർമ്മിത ബുദ്ധിയുടെ ഉദ്ദേശം എന്താണ്? ഇന്ന് കാണുന്ന ലോകത്തിന്റെ തിന്മയുടെ അല്ലെങ്കിൽ ലോകജ്ഞാനം, മാനുഷിക ജ്ഞാനത്തിന്റെ പിന്നിലെ ചേതോവിഹാരം എന്താണ്? എവിടെയാണോ തോറ്റത്, ഏത് തീരുമാനത്തിലാണോ തെറ്റിപ്പോയത്, ഏത് കാര്യത്തിലാണോ അപഗ്രഥനം തെറ്റിപ്പോയത്, അതിലേക്ക് മടങ്ങി വന്ന് ആ ദൈവത്തിന്റെ അടുക്കൽ വന്ന് ദൈവത്തിന്റെ കൽപ്പനകളെ വീണ്ടും പ്രമാണിച്ച് അവിടെ വിജയിക്കുന്നതിന് പകരം തെറ്റായ കുറുക്ക് വഴികൾ എടുത്ത് ഷോർട്ട് കട്ടുകളിലൂടെ ദൈവത്തിന് മുകളിൽ കയറുവാൻ, അല്ലെങ്കിൽ ആ ദൈവത്തെ റീപ്ലേസ് ചെയ്ത് ആത്യന്തികമായി വിജയം കൈവരിക്കുവാൻ മനുഷ്യൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇന്നത്തെ ടെക്നോളജികൾ. അതാണ് ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഇന്നത്തെ വിവര സാങ്കേതിക വിദ്യയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും ദൈവത്തിന് മുകളിൽ ഇവയെ നമ്മളെല്ലാവരും സ്ഥാപിക്കുന്നത്. പലപ്പോഴും ദൈവവിചാരമില്ലാതെ പോകുന്നത്, ദൈവത്തെക്കാൾ ഉപരി നമ്മൾ ഇതിലൊക്കെ ആശ്രയിക്കേണ്ടി വരുന്നത് കാരണം എന്ന് പറയുന്നത്, ഇതിന്റെ ഉറവിടം എന്നത് എഫേസ്യർ വായിക്കുന്നു, ബുദ്ധിക്കനുസരിച്ച് ഞങ്ങൾ ജീവിക്കരുത്, യഥാർത്ഥത്തോടുകൂടെ ജീവിക്കുക. അപ്പോൾ യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത് ഈ ദൈവത്തിന് അടുക്കിലേക്ക് വീണ്ടും മടങ്ങി വരിക. ദൈവത്തെ നമ്മൾ ആത്യന്തികമായി നിർമ്മാതാവും സൃഷ്ടിതാവായും ആത്യന്തിക ബുദ്ധിയുടെ ഉറവിടമായും കാണുക എന്നുള്ളത്. ദൈവത്തിന്റെ കൽപ്പനകളിലേക്ക് മടങ്ങി വരിക. എവിടെയാണോ പരാജയപ്പെട്ടത് അവിടത്തേക്ക് മടങ്ങി വരിക. എന്നാൽ അവിടെ നിന്നുള്ള ഒരു എസ്കേപ്പാണ്, ഒളിച്ചോട്ടമാണ് നമ്മുടെ ആശ്രയം ഇങ്ങനെയുള്ള ടെക്നോളജികളിൽ. ജീവിതത്തിൽ നമ്മുടെ സമയം, നമുക്ക് ലഭിക്കുന്ന 24 മണിക്കൂറിൽ എത്ര അധികം സമയമാണ് ഇങ്ങനെയുള്ള സാങ്കേതിക വിദ്യകൾ നമ്മൾ ഉപയോഗിക്കുകയും അതിലൂടെ ആശ്വാസം, അതിലൂടെ സന്തോഷം, ആനന്ദം, നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ആശ്രയം ഞാൻ എങ്ങോട്ട് മാറ്റി? എന്നാൽ ദൈവത്തെ നിലവിളിക്കുവാനോ, ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുവാനോ, വചനം വായിക്കുവാനോ, പ്രാർത്ഥിക്കുവാനോ ഞാൻ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ തീർച്ചയായും എന്റെ ആശ്രയം ഞാൻ പൂർണ്ണമായി ഇങ്ങനെയുള്ള വിവര സാങ്കേതിക വിദ്യകളിൽ ആശ്രയിച്ചു. കാരണം ഇവിടെ ലഭിക്കുന്ന സന്തോഷം ഇതിനേക്കാൾ ഉപരി ഒരുപക്ഷെ എനിക്ക് അവിടെ ലഭിക്കുന്നു. ഞാൻ വിചാരിക്കുന്ന നിലയിലുള്ള ആനന്ദം, വിചാരിക്കുന്ന നിലയിലുള്ള സന്തോഷം, കൂട്ടായ്മകൾ, ഫെലോഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ്, എന്താണോ ഞാൻ ആഗ്രഹിക്കുന്ന എല്ലാം അവിടെയുണ്ട്. പ്രിയമുള്ളവരെ, അതൊക്കെ അവിടെ ഉണ്ട്, സത്യമാണ്, റിയാലിറ്റിയാണ്. പക്ഷേ അതെല്ലാം ദൈവത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ്. ദൈവത്തിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് ലഭിക്കുന്ന നന്മകൾക്ക് പകരം കുറുക്കു വഴികളിലൂടെ നന്മകൾ പ്രാപിക്കാൻ ശ്രമിക്കുന്നു എന്നാണ്. അപ്പോൾ ആദ്യത്തെ മനുഷ്യന്റെ തീരുമാനം തന്നെ പരാജയപ്പെട്ടു പോയി എന്നാണ്. ഇനി എന്താണ് പ്രതിവിധി? എന്താണ് ഇതിന്റെ പ്രതിവിധി? ഇനി പ്രതിവിധി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ അടുക്കിലേക്ക് മനുഷ്യൻ മടങ്ങി വരിക. ഇനി ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? നമ്മളെല്ലാം ഇത് ഉപയോഗിക്കുന്നവരാണ്. ഇതിന്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ഇതിനാൽ സകലതും സാധിക്കുമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. ഇത് മതി എന്റെ ജീവിതത്തിൽ എന്നാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്. ഒരു മൊബൈൽ ഫോണും ഒരു അക്കൗണ്ടും അതുപോലെ തന്നെ നല്ലൊരു വളരെ ടെക്നോളജി വികസിച്ചൊരു സാധനം എന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ, ഒരു ഗാഡ്ജറ്റ് ഉണ്ടെങ്കിൽ അത് മതി എനിക്കെന്ന് ഞാൻ നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്. അതുണ്ടെങ്കിൽ എല്ലാം സാധ്യമാണ്, അതുണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു, സാറ്റിസ്ഫൈഡ് എന്ന് ചിന്തിക്കുന്ന പലരുമുണ്ട്. എന്നാൽ ഇതിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ ഇതിന്റെ പരിധികൾ എന്തൊക്കെയാണ്? അതിന്റെ പരിധികൾ പറയുന്നതിന് മുമ്പ് ഇതിന് നമ്മുടെ വികാരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ചാറ്റ് ബോക്സുകൾ ഉണ്ടോ എങ്കിലും എന്റെ സംസാരത്തിലൂടെ മാത്രം, ഞാൻ സംസാരിച്ചാൽ മാത്രമേ എന്റെ ചിന്തകളും വിചാരങ്ങളും ഇതിന് തിരിച്ചറിയാൻ സാധിക്കൂ.
അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ഈ ചില ചില ചോദ്യങ്ങൾ ഞാൻ അതേ ഭാഷയിൽ ചോദിച്ചാൽ, ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ചില വാക്കുകൾ എടുത്ത് അവരതിനെ അപഗ്രഥിക്കുകയാണ്. ഈ മെഷീൻസ് ഓൾറെഡി അതിന് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ പ്രോഗ്രാംസ്, ഈ മെഷീൻ ഒരു കൺക്ലൂഷനിലെത്തുകയാണ്, ഇതാണ് എന്റെ ഇഷ്ടങ്ങൾ, ഇതാണ് എന്റെ ടേസ്റ്റ്, ഇതിനെക്കുറിച്ചാണ് ഞാൻ കൂടുതൽ ചിന്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങൾ എനിക്ക് തരുന്നു. അതിനെക്കുറിച്ച് എന്തെല്ലാം ഉത്തരം എവിടെയെല്ലാം ഉണ്ടോ അതൊക്കെ എനിക്ക് തരുന്നു എന്നതാണ്. ഇതിൽ നമ്മുടെ വിചാരങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുകയില്ല, നമ്മുടെ ആവശ്യങ്ങൾ എന്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിനും ദൈവവചനത്തിനുമുള്ള പ്രാധാന്യം എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവമാണ് സകലത്തിനും ആത്യന്തികമായ ഉത്തരവാദി. അവനാണ് സകലത്തിന്റെ സൃഷ്ടിതാവ്. മനുഷ്യനെ ബുദ്ധിയുള്ളവനായി നിർമ്മിച്ചവനും ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവവചനത്തിനും ദൈവത്തിനും ഇതിന്റെ സാധ്യതകൾ എന്തൊക്കെയാണ്? യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ ദൈവം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്. ഹൃദയം എല്ലാറ്റിനേക്കാളും കപടവും വിഷമവും ഉള്ളത് അത് ആരാഞ്ഞറിയുന്നവൻ ആ. അപ്പോൾ സാങ്കേതിക വിദ്യക്ക് ഒരിക്കലും നിങ്ങളുടെ ഹൃദയത്തെ ആരാഞ്ഞറിയാൻ സാധിക്കുകയില്ല. സാങ്കേതിക വിദ്യക്ക് മാത്രമല്ല, മറ്റൊരു മനുഷ്യരും നിങ്ങളുടെ ഹൃദയത്തെ ആരാഞ്ഞറിയുവാൻ സാധിക്കുകയില്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, എന്റെ ഇഷ്ടങ്ങളെല്ലാം അത് തരുന്നു, എന്റെ ഇഷ്ടത്തിനുള്ളതെല്ലാം അതിലുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ ഓർപ്പിക്കട്ടെ, അതെല്ലാത്തിനേക്കാൾ കപടമുള്ളതാണ്. അപ്പൊ ഹൃദയത്തിന്റെ കാപട്യത്തെയും അതിന്റെ ചതിവിനെയും അത് ഞാൻ എന്തൊക്കെ ചിന്തിക്കുന്നു തിരിച്ചറിയുവാൻ ഒരു മനുഷ്യനും കഴിയുകയില്ല. ഈ സാങ്കേതിക വിദ്യക്ക് ഒരിക്കലും സാധിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ സങ്കീർത്തനത്തിൽ 40-ാം സങ്കീർത്തനത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ദൈവം ദൂരത്ത് നിന്ന് നമ്മുടെ ചിന്തകളെ അല്ലെങ്കിൽ നമ്മുടെ വിചാരങ്ങളെ ശ്രദ്ധിക്കുന്നു എന്നാണ്. ദൈവം ദൂരത്ത് നിന്ന് എന്റെ ചിന്തകളെയും വിചാരങ്ങളെ അറിയുന്നു. ഞാൻ ചോദിക്കട്ടെ പ്രിയമുള്ളവരെ, ഞാൻ ഇന്ന് ആശ്രയിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ, ഞാൻ ഇന്ന് ആശ്രയിക്കുന്ന ഇത്തരത്തിലുള്ള ടെക്നോളജികൾ, ഇന്റലിജൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, യാഥാർത്ഥ്യങ്ങൾ ദൂരെ നിന്ന് എന്റെ ചിന്തകളെ വിചാരങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കുമോ? ഞാൻ എന്ത് ചിന്തിക്കുന്നു, എന്ത് വിചാരിക്കുന്നു എന്ന് അതിനൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. ഞാൻ സംസാരിക്കാത്തിടത്തോളം കാലം, ഞാൻ എന്റെ ഇഷ്ടങ്ങൾ, ഞാൻ എന്റെ ചോദ്യങ്ങൾ ചോദിക്കാത്തിടത്തോളം കാലം ഇതിനൊന്നും എന്നെ മനസ്സിലാക്കാൻ സാധിക്കില്ല. എന്നിന്റെ മനുഷ്യന്റെ പ്രശ്നം, ആർക്കും എന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല, ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്നാണ്. ആരും എന്റെ ചോദ്യങ്ങൾക്കല്ല, ആരും എന്നോട് സംസാരിക്കാനില്ല, ആരും എന്റെ ദുഃഖങ്ങൾ കാണാനുമില്ല. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദൈവം സകലത്തെയും അറിയുന്നു. ഈ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു, എന്ത് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ നാളെയും ഇന്നലകളും ഭാവിയും ഒക്കെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നവനാണ് നമ്മുടെ ദൈവം. ദൈവവചനത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എബ്രായലേഖനം 4-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം, ദൈവവചനത്തിന്റെ പ്രത്യേകത. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതകൾ: ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതായി, ഇരുവാഴ്ത്തലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയത്, പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്നത്, ഹൃദയത്തിലെ വിചാരങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ഇതാണ് ദൈവവചനത്തിന്റെ പ്രത്യേകത, ദൈവത്തിന്റെ ശ്വാസമായ ദൈവവചനത്തിന്റെ പ്രത്യേകത. പ്രിയമുള്ളവർ, ഇങ്ങനെ കഴിവുള്ള, കേപ്പബിൾ ആയിട്ടുള്ള, അബ്സല്യൂട്ട് ആയിട്ടുള്ള ഒരു സംവിധാനം ആർക്കെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്ന് നിർമ്മിത ബുദ്ധി ഉണ്ടാക്കുന്ന മനുഷ്യന്റെ ഉള്ളിലെ ചിന്തകളെയും വിചാരങ്ങളെയും പോലും അതിനകത്ത് ചെന്ന് ഒരു ഫുൾ സ്കാനിങ്ങിന്, ഒരു MRI സ്കാനിങ്ങിന് പോലും കണ്ടെത്താൻ സാധിക്കാത്ത വിചാരങ്ങളും ചിന്തകളും അതിനെ വേർപിടിച്ച് തുളച്ചു ചെന്ന് അതിനെ ഭാവങ്ങളെ പോലും വിവേചിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. നമ്മുടെ ഭാവങ്ങൾ വിവേചിക്കാൻ ഇന്നത്തെ സാങ്കേതിക വിദ്യക്ക് സാധിക്കുന്നുണ്ടോ? നോക്കൂ. അങ്ങനെയാണെങ്കിൽ ആരാണ് യഥാർത്ഥ ഇന്റലിജൻസ്? Who is the real intelligent? That is God himself. ദൈവമാണ് സകലത്തിന്റെയും അബ്സല്യൂട്ട് എന്ന് പറയുന്നത്. ദൈവം മനുഷ്യൻ നിർമ്മിച്ച ബുദ്ധി കൊണ്ട് പലതും അവൻ ഉണ്ടാക്കുന്നു, പ്രവർത്തിക്കുന്നു. എങ്കിലും ദൈവമാണ് സകലത്തിന്റെയും ഉന്നതാധികാരി. ഇനി
അപ്പോൾ ഇനി നമ്മുടെ വികാരങ്ങളെ അറിയാൻ സാധിക്കുമോ? പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ ദൈവം നമ്മുടെ വികാരങ്ങളെ അറിയും. അവിടെ വായിക്കുന്ന, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ടുകൊള്ളും. ദൈവം നമ്മളെ ചിന്തകൾ അറിയുന്നത് മാത്രമല്ല, ഞാൻ എന്ത് വികാരത്തിലായിരിക്കും എന്ന് ദൈവം അറിയും. കരയുന്നവരോടുകൂടെ കരയുന്നവനാണ് നമ്മുടെ ദൈവം. ലാസറിന്റെ മരണ വീട്ടിൽ ചെന്ന് കരഞ്ഞവനാണ് നമ്മുടെ കർത്താവ്. അവൻ പുരുഷാരത്തെ കണ്ട് അവരോട് മനസ്സലിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അവൻ തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ അത്രയ്ക്ക് സ്നേഹിക്കുന്നവനാണ് ഈ കർത്താവ്, ഈ ദൈവത്തിന്റെ വചനം. ഈ സാങ്കേതിക വിദ്യക്ക് നമ്മൾ സ്നേഹിക്കാനായിട്ട് സാധിക്കുമോ? പക്ഷെ പലപ്പോഴും നമ്മൾ സ്നേഹിക്കുന്നത് ഇതിനെയല്ലേ? നമ്മൾ അധികം സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയല്ലേ? നമ്മൾ പണം മുടക്കുന്നത് ഇതിനു വേണ്ടിയല്ലേ? ദൈവത്തിന് കൊടുക്കുന്ന സമയം പോലും നമ്മൾ എടുത്ത് ചിലവാക്കുന്നത് ഇതിലല്ലേ? എന്നാൽ ഇതിനെ നമ്മൾ സ്നേഹിക്കാൻ സാധിക്കുമോ? ഇതിന് നമ്മുടെ ചിന്തകളെ, വിചാരങ്ങളെ അറിയാൻ സാധിക്കുമോ? ഭയപ്പെടേണ്ട എന്ന് എപ്പോഴെങ്കിലും നമ്മളോട് ഇതിന് പറയാൻ സാധിക്കുമോ? സന്തോഷിക്കുക എന്ന് പറയാൻ സാധിക്കുമോ? കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഫിലിപ്പിയറിലുള്ള വിശ്വാസികളോട് അപ്പോസ്തലനായ പൗലോസ് പോലെ നിങ്ങൾ സന്തോഷിപ്പിൻ, എപ്പോഴും സന്തോഷിപ്പിൻ. എന്തുകൊണ്ടാണ് പൗലോസിന് അങ്ങനെ പറയാൻ സാധിച്ചത്? ഏത് ഘട്ടത്തിലും സന്തോഷിക്കാൻ കഴിയുന്ന ദൈവിക സമാധാനം, ദൈവിക സന്തോഷം തന്റെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. കർത്താവിൽ സന്തോഷിക്കുക. നിങ്ങൾ സന്തോഷിക്കണം, പേടിക്കേണ്ട, ഡോണ്ട് ഫിയർ, വിചാരപ്പം, ഡോണ്ട് വറി എന്ന് പറയാൻ നമ്മൾ ആശ്രയിക്കുന്ന ഏതെങ്കിലും ടെക്നോളജിക്ക് സാധിക്കുന്നുണ്ടോ? പക്ഷെ ദൈവത്തിന് അത് സാധിക്കും. ദൈവവചനത്തിന് നമ്മളെ ആശ്വസിപ്പിക്കാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങൾ പലരും എഴുതപ്പെട്ടത് ഇങ്ങനെയുള്ള നീറുന്ന പ്രശ്നങ്ങളും പ്രയാസങ്ങളിലൂടെ കടന്നുപോയ ഘട്ടങ്ങളിലാണ്. യുവാക്കന്മാരെ, മുതിർന്നവരെ, കുഞ്ഞുങ്ങളെ, മാതാപിതാക്കളെ, ദൈവദാസന്മാരെ, നമ്മളെല്ലാം വിവിധങ്ങളായ പ്രയാസങ്ങളിലൂടെയും ഘട്ടങ്ങളിലൂടെയും കടന്നു പോകുന്നവരാണ്. പക്ഷെ അവിടെ നമ്മളെ ആശ്വസിപ്പിക്കുന്ന, നമ്മുടെ വികാരങ്ങളെ അറിയുന്ന ദൈവത്തിന്റെ വചനം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങളിൽ അവിടെ ഇങ്ങനെ പറയുന്നു, ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിചാരപ്പെടും, എല്ലാറ്റിനെയും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാണും. നിർമ്മത ബുദ്ധിയെ കവിയുന്ന, മാനുഷിക ബുദ്ധിയെ കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെ കാക്കും. അപ്പോൾ നമുക്ക് സമാധാനം തരാൻ കഴിയുന്ന ഒരു സമാധാനം, ഒരു ബുദ്ധി, ലോകത്തിലെ സകല ബുദ്ധിയും കവിയുന്ന ഒരു ബുദ്ധി ഉണ്ടെങ്കിൽ അത് ദൈവിക ബുദ്ധിയാണ്, ദൈവിക സമാധാനമാണ്. വേദപുസ്തകങ്ങൾ ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക, അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്, അതാകുന്നു യഥാർത്ഥ ബുദ്ധി. അപ്പോൾ നമ്മൾ ആശ്രയിക്കേണ്ടത് നിർമ്മിത ബുദ്ധിയല്ല, പിന്നെ യഥാർത്ഥ ബുദ്ധിയാണ്, യാഥാർത്ഥ്യത്തെയാണ്, റിയാലിറ്റിയാണ്. അത് ദൈവമാണ്, ദൈവവചനമാണ്. ഞാൻ ആശ്രയിക്കേണ്ടതും ഞാൻ സന്തോഷിക്കേണ്ടതും യാഥാർത്ഥ്യങ്ങളിലാണ്, ക്രിസ്തുവിലാണ്, ദൈവവചനത്തിലാണ്, ദൈവത്തിലാണ്. ഞാൻ ചരിക്കേണ്ടതും ഞാൻ ഉറങ്ങേണ്ടതും ഞാൻ കിടക്കേണ്ടതും നടക്കേണ്ടതും സംസാരിക്കേണ്ടതും ദൈവത്തിലാണ്, ദൈവവചനത്തിലാണ്, ആത്മീകമായ വിഷയങ്ങളിലാണ്. ദൈവം നമ്മളോട് സംസാരിക്കുന്നവനാണ്, ദൈവം നമ്മളോട് കൂടെ ഇരിക്കുന്നവനാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ അതിനെ ഒരു നാളും കൈവിടുകയില്ല. അങ്ങനെ പറയാൻ സാധിക്കുന്ന ഏത് സാങ്കേതിക വിദ്യയാണ് ഈ ലോകത്തിലുള്ളത്? മൊബൈലിന്റെ നെറ്റ് തീർന്നാൽ, ഡേറ്റ തീർന്നാൽ തീരുന്ന ബന്ധങ്ങളെയുള്ള സാങ്കേതിക വിദ്യയ്ക്ക് നമുക്കുമായിട്ട്. എന്നാൽ ഏതൊരു സാഹചര്യത്തിൽ നമ്മളോട് കൂടെ ഇരിക്കുന്ന, കാരാഗ്രഹത്തിലും രോഗക്കിടക്കയിലും, ഏതൊരു സാഹചര്യത്തിലും, സിംഹക്കുഴിയിലും തീച്ചൂളയിലും കൂടെ ഇരിക്കാൻ, പ്രവാസത്തിലും കൂടെ ഇരിക്കാൻ കഴിയുന്ന ദൈവിക സാന്നിധ്യം. അവൻ നമ്മളോട് ചിരിക്കുന്നവനാണ്, നമ്മൾ നടത്തുന്നവനാണ്, നമ്മുടെ തലയിലെ രോമങ്ങൾ പോലും എണ്ണി അറിയുന്നവനാണ് ഈ ദൈവം. പ്രിയമുള്ളവരെ, ഞാൻ എന്റെ ക്ലാസിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് കടന്നു വരികയാണ്. ദൈവമാണോ യാഥാർത്ഥ്യം, അതോ നിർമ്മിത ബുദ്ധിയാണോ? യാഥാർത്ഥ്യത്തിലാണോ ഞാൻ വിശ്വസിക്കുന്നത്, അതോ അയഥാർത്ഥ്യത്തിലാണോ, നാട്യങ്ങളിലാണോ, അതോ മനുഷ്യനിർമ്മിതമായ കാര്യങ്ങളിലാണോ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നത്? ഒരിക്കലും അങ്ങനെയാകരുത്. യഥാർത്ഥ ദൈവത്തിൽ, യഥാർത്ഥ ബുദ്ധിയാണ് നമുക്ക് ആവശ്യം. നമ്മൾ വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സമയം തക്കത്തിന് ഉപയോഗിപ്പിൻ, ജ്ഞാനികളായിട്ട് അജ്ഞാനികളായിട്ടല്ല, സമയം തക്കത്തിന് ഉപയോഗിപ്പിൻ. പ്രിയമുള്ളവരെ,
ദൈവത്തെ അറിയുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ചരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ബുദ്ധി എന്ന് പറയുന്നത്. അതെന്നേക്ക് നിലനിൽക്കുന്നതാണ്. അവിടെയാണ് ആശ്വാസം, അവിടെയാണ് നിലനിൽപ്പ് എന്ന് പറയുന്നത്. ഇന്ന് രാത്രിയിൽ എന്നെ കേട്ട പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായി ആശ്രയിക്കാറുണ്ട്. എന്നാൽ ദൈവാശ്രയം നമ്മൾ മാറ്റിവെക്കും. എന്നാൽ ഞാനും നിങ്ങളും ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ്. എന്നെയും നിങ്ങളിലും ബുദ്ധി നിർമ്മിച്ചത്, ജ്ഞാനം, വിവേകം, പരിജ്ഞാനം നിർമ്മിച്ച ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിക്കുവാൻ ഞാനും നിങ്ങളും ശ്രമിക്കരുത്. അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. സൃഷ്ടിച്ച ദൈവത്തെ, സൃഷ്ടിതമായ ദൈവത്തിൽ നമുക്ക് അടുത്തു ചേരാം. അവനുമായി നമുക്ക് കൂട്ടായ്മ ആചരിക്കാം. അവനിൽ സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അവനിൽ നമുക്ക് എല്ലാമുണ്ട്. അവൻ സകലത്തിൽ മതിയായവനാണ്. അവൻ സൽഗുണ സമ്പൂർണനാണ്. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. വചനം കേട്ട എല്ലാവരോടും ദൈവം കൃപ കാണിക്കട്ടെ, മനസ്സറിയട്ടെ. നമുക്കൊരു തീരുമാനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം. ജീവിതങ്ങൾ പാഴാക്കുകയോ സമയങ്ങൾ പാഴാക്കാതെ വന്നു ഈ ക്രിസ്തുവിൽ നമുക്ക് ആയിത്തീരാം. ദൈവത്തിൽ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ.